ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് വെണ്ടക്കയുടെ ഒരു തൈര് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു തൈര് കറി തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റവ് കത്തിച്ച ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കുക. പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ആദ്യം നിങ്ങൾ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 3 വറ്റൽമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് പാത്രം അടച്ചു വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് വരും. ഇനി നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ. നല്ല കട്ടിയുള്ള, അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു സിമ്മിലിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ പെട്ടെന്നൊന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ കറിയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.